നമസ്കാരം. ദില്ലിയിലെ കോച്ചിംഗ് സെന്ററിലെ വെള്ളപ്പൊക്കത്തിൽപ്പെട്ട് 3 വിദ്യാർത്ഥികളാണ് മരിച്ചത്. വാണിജ്യവൽക്കരണത്തിൽ വിദ്യാർത്ഥികൾ ബലിയാടുകളായിരിക്കുകയാണ്. ഇതെല്ലാം ഓരോ പാഠങ്ങളാണ് സർക്കാരിനും ഇത്തരം സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നവർക്കും. ലാഭം മാത്രം നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവർ വിദ്യാർത്ഥികളുടെ സുരക്ഷ കൂടെ പരിഗണിക്കണമെന്ന പാഠം. കേന്ദ്ര സർക്കാരിന്റെ ഈ വിഷയത്തിലെ മൗനവും എടുത്തുകാട്ടിയിരിക്കുകയാണ് ജോൺ ബ്രിട്ടാസ്. കോച്ചിംഗ് സെന്ററിൽ വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ ഉത്തരവാദികൾ കേന്ദ്ര സർക്കാരാണെന്ന് ജോൺ ബ്രിട്ടാസ് ആഞ്ഞടിച്ചിരിക്കുകയാണ്. പരീക്ഷകളുടെ വ്യാപകമായ വാണിജ്യവൽക്കരണമാണ് അവിടെ നടന്നത്. അതിലെ ഇരകളാണ് മരിച്ചതെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിഷയത്തിൽ മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മരണപ്പെട്ട വിദ്യാർത്ഥികൾ ഡൽഹിയിലെ പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഇരകളാണെന്ന് വി ശിവദാസൻ എംപിയും നേരത്തെ പ്രതികരിച്ചിരുന്നു. എല്ലാ ചട്ടങ്ങളും ലംഘിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും അതിന് അനുവാദം നൽകുന്നവർക്കും എതിരെ ശക്തമായ നടപടി വേണമെന്നാണ് അദ്ദേഹം ഉന്നയിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ മൂക്കിന് താഴെയാണ് ഈ ദാരുണ സംഭവം അരങ്ങേറിയിരിക്കുന്നത്. ഒരു മഴ പെയ്താൽ പോലും സുരക്ഷയില്ലാത്ത ഇത്തരം സ്ഥാപനങ്ങളിൽ എന്തടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾ പഠിക്കുന്നത്? ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കോച്ചിംഗ് സെന്ററുകൾ ഇന്ന് നിരവധിയാണ്. ലാഭം ലക്ഷ്യമാക്കിക്കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഇവർ വിദ്യാർത്ഥികളുടെ സുരക്ഷ പരിഗണിക്കുന്നില്ല. മാത്രമല്ല, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ചയുമുണ്ടായി. സംഭവത്തെക്കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ഹൈബി ഈഡൻ എംപി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കോച്ചിംഗ് മാഫിയയാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. അവർക്ക് പണമാണ് ലക്ഷ്യം, അല്ലാതെ വിദ്യാർത്ഥികളുടെ സുരക്ഷയല്ല. ഈ വിഷയം അന്വേഷിക്കേണ്ടതും പ്രതികളെ കൊണ്ടുവരേണ്ടതും കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുകയാണ് സർക്കാർ. ഈ വിഷയത്തിൽ സർക്കാരിന്റെ മൗനം മാത്രമാണ് നിഴലിച്ചു കാണുന്നത്. ഇലക്ട്രൽ ബോണ്ട് നൽകിയ ലിസ്റ്റിലും കോച്ചിംഗ് മാഫിയയുണ്ട്. കോച്ചിംഗ് മാഫിയയിൽ നിന്നും BJP പണം സ്വീകരിച്ചിട്ടുണ്ട്. അതിനാലാണ് ഈ വിഷയത്തെക്കുറിച്ച് സർക്കാർ മൗനം പാലിക്കുന്നതെന്നും ജോൺ ബ്രിട്ടാസ് ഉന്നയിച്ചു. ഇത്തരം ഏജൻസികളെ നിയന്ത്രിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് നേരത്തെ ഹൈക്കോടതി വ്യക്തമാക്കിയതുമാണ്.